നിന്ന് ശ്രീ രാജൻ ചേരുന്നുണ്ട്. ശ്രീ രാജന് പറയാം എന്താണ് താങ്കളുടെ നിലപാടെന്ന്. സാറേ, കേജ്രിവാളിന് ജാമ്യം കിട്ടിയത് വളരെ നല്ലതായിപ്പോയി. പക്ഷെ എനിക്ക് അറിയേണ്ടത് വേറൊരു സംഗതിയാണ്. നമ്മുടെ VD സതീശൻ ഇവിടെ പോയി കാണാനില്ല. പുള്ളിയെ ഇലക്ഷന് ശേഷം ഇതുവരെ കണ്ടിട്ടില്ല. സുഖമില്ലാതെ ആശുപത്രി വല്ലതും ആണോ ഒന്ന് അന്വേഷിക്കണം. മറ്റേത് വല്ലപ്പോഴും TV വന്ന് മണ്ഡലമൊക്കെ വിളിച്ച് പറയുന്ന ഇപ്പൊ കാണുന്നില്ല. ഞങ്ങളുടെ സതീശൻ എവിടെ പോയെന്നൊന്ന് തിരക്കണം. രണ്ടാമത് പിണറായി വിജയന് ഇംഗ്ലീഷ് അറിഞ്ഞൂടെ. ഏറ്റവും നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആള് യോഗി ആദിത്യനാഥാ. പുള്ളിയുടെ ഇംഗ്ലീഷും പ്രസംഗമൊക്കെ ഞാൻ കേട്ടു. അപ്പൊ മുമ്പ് വിളിച്ച ആളിനോടൊന്ന് പറയണം, ഇംഗ്ലീഷ് അറിയാവുന്ന ഒരുപാട് നല്ല മുഖ്യമന്ത്രിമാർ നമ്മുടെ BJP-യിലുണ്ടെന്ന്. ഓക്കെ സാറേ. യെസ്. അത് ഭാഷാ പാണ്ഡിത്യം ഒരു മികവാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം നേടുക എന്നതാണ് ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ഘടകം. ജോബ് എന്നൊരു പ്രേക്ഷകൻ ചേരുന്നു നിലമ്പൂരിൽ നിന്ന്. ശ്രീ ജോബിന് എന്ത് തോന്നുന്നു? വലിയ ആവേശം പകരുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറയുന്നു. അതുപോലെ തന്നെ കെജ്രിവാളിൻ്റെ ജാമ്യം EDക്ക് നേരിടേണ്ടി വന്ന തിരിച്ചടിയാണെന്ന് MV ഗോവിന്ദൻ പറയുന്നു. ശ്രീ ജോബ് നിലമ്പൂർ എന്തു പറയുന്നു? ശരിക്കും EDക്ക് നല്ലൊരു തിരിച്ചടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് EDക്ക് മാത്രമല്ല, നരേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രിക്ക് നല്ലൊരു തിരിച്ചടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. കാരണമില്ലാതെ തന്നെ ഒരു അത്രയും പോകുന്ന ഒരു ആം ആദ്മി പാർട്ടിയുടെ നേതാവിനെ പിടിച്ച് ജയിലിടുക എന്നൊക്കെ പറഞ്ഞാല് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റാത്തൊരു സംഭവമാണത്. യെസ്, വളരെ വ്യക്തമാണ് ശ്രീ ജോബിന്റെ പ്രതികരണം.